ട്രേകളൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇപ്പം ടാൻഡം ബോക്സ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നമ്മളിന്ന് 8 ഇഞ്ചിന്റെ വലിപ്പം വരുന്ന ടാൻഡം ബോക്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ആദ്യമേ തന്നെ ഇതിന്റെ കാർഡുണ്ട്. നമുക്ക് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കി നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനകത്തേക്ക് വരുന്നത് 2 സ്ലൈഡറുകളാണ്. ഇതിന്റെ 2 സൈഡിലേക്കുമുള്ള 2 സ്ലൈഡറുകളാണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിന്റെ ബാക്കിൽ അതിന് സ്റ്റോപ്പറായിട്ട് വരുന്ന രീതിക്ക് 2 ക്ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാമ്പുകളിലാണ് ബാക്ക് വശത്തെ പീസ് ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ടിലത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്ക്രൂകളൊക്കെ ഹൈറ്റ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സൈഡിലേക്ക് മാറ്റുന്നതിനും അതിന്റെ ലോക്ക് വീഴുന്നതിനൊക്കെയുള്ള ഒരു ബട്ടൺ ഉണ്ട് ഈ പ്ലേറ്റിൽ. ആ പ്ലേറ്റ് അടയ്ക്കുന്നതിനുള്ള 2 എൻഡ് ബട്ടണാണ് കാണുന്നത്. ഇതാണ് നമ്മളുടെ ടാൻഡം ബോക്സിന്റെ 8 ഇഞ്ച് ടാൻഡം ബോക്സിന്റെ സൈഡിലത്തെ സ്ലൈഡറിൽ വരുന്ന പീസുകൾ. ഈ പീസിലാണ് നമ്മൾ ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ മോപ്പറ്റും ഉറപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ 2 പീസുകൾ. ഇത്രയുമാണ് നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് ആ അളവിൽ നമുക്ക് സ്വിറ്റ് ലെവൽ വെച്ചോ മട്ടം വെച്ചോ ഒരു വര വരയ്ക്കാം. ആ വരച്ചതിന് ശേഷം നമുക്ക് പുറമേ നിന്നും 2 സെൻറ്റിമീറ്റർ, ഇപ്പം നമ്മളിത് ടേപ്പയിൽ അല്ല വെച്ചിരിക്കുന്നത്, 2 സെൻറ്റിമീറ്റർ തോതയിൽ മാർക്ക് ചെയ്തിട്ട് അത് വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഈ 2 സെൻറ്റിമീറ്റർ കാണുന്ന ഇതാണ് നമ്മളുടെ ഈ സ്ലൈഡറിൻ്റെ ആദ്യത്തെ തുളയിൽ സ്ക്രൂ വരേണ്ടത്. അത് 2 സെൻറ്റിമീറ്റർ തുളയ്ക്കുന്ന ആ തുളയിലേക്ക് ഇങ്ങനെ ആ സ്ക്രൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുറത്തേക്കുള്ള തള്ളും ഇതിൻ്റെ മോപ്പറ്റ് പിടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ വന്ന് അടയുന്നതിന് വേണ്ട സൗകര്യങ്ങളും വളരെ കൃത്യമായിരിക്കും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സ്ലൈഡർ ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചെടുക്കാം. ഫുൾ വലിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഇതിൻ്റെ ബോക്സ് ഇതിലേക്ക് സൈഡിലത്തെ ബോക്സിലേക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം മുന്നോട്ട് തള്ളി വേണം ഇതിലേക്ക് ലോക്ക് ആക്കുവാൻ. എങ്കിലാണ് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ലോക്ക് അതിലേക്ക് കയറി വീഴുകയുള്ളൂ. ഈ അളവ് നമ്മൾ കൃത്യം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം വന്നിരിക്കുന്നത് 66 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 66 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഇതിൻ്റെ വീതി നമ്മൾ എപ്പോഴും 50 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇങ്ങോട്ടേക്കുള്ള വീതിക്ക് ഈ പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 66 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ വേണ്ട 66 സെൻറ്റിമീറ്റർ ആണ്. ആ 66 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ാണ് ഇവരിവിടെ ഇരിക്കുന്ന ഹോൾ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 18 mm മൾട്ടിവുഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറില്ല. അപ്പോൾ നമുക്ക് അതിന് ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഊരുമ്പോഴും ഇടുമ്പോഴും നമ്മൾ ഈ അറ്റത്തുള്ള ഈ സ്പ്രിങ് ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്, നമുക്ക് ഊരാനും എടുക്കാനും ഒക്കെ. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡർ ഇതിലിട്ട് ലോക്കാക്കിയിട്ട് തള്ളി വിടുന്നു. അതിനുശേഷം നമുക്കൊന്ന് ഊരി എടുക്കണമെങ്കിൽ ഇതിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുക്കാനും മറ്റുമൊക്കെ എടുക്കണമെങ്കിൽ ഈ ലോക്ക് കാണുന്ന ഈ ചെറിയ സ്റ്റീൽ നിറത്തിലുള്ള ഈ ലോക്കിനെ വല സൈഡിലെ പ്ലേറ്റിൽ നിന്ന് വല സൈഡിലേക്കും ഇട സൈഡിലെ പ്ലേറ്റിൽ നിന്ന് ഇട സൈഡിലേക്കും തള്ളുമ്പോഴാണ് അതിൻ്റെ ലോക്ക് വിട്ടു വന്ന് നമുക്കിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ സ്ലൈഡർ ഇതിൻ്റെ സൈഡിലേക്ക് ഉറപ്പിക്കാം. നമുക്ക് ആ 1 mm കട്ട് ചെയ്ത സൈഡിലേക്കാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അത് വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ ഈ കട്ട് ചെയ്ത ബോർഡിൻ്റെ പുറം തീറായിട്ട് വരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ മോപ്പറ്റ് വെച്ച് കഴിയുമ്പോൾ ഒട്ടും വിടവ് വരാനിട്ടുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ബോക്സ് നമുക്ക് അതുപോലെ തന്നെ ഉറപ്പിക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനെ ഈ സ്ലൈഡറിലേക്ക് ഒന്ന് ഉറപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിലത്തെ പീസ് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ആ ബാക്കിലത്തെ പീസുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ സൈഡിൽ കയറി ലോക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തട്ടി വിടുകയാണ്. അപ്പോൾ അത് നേരെ നോക്കുന്നു. നമ്മൾ പിടിപ്പിച്ചേക്കുന്ന ഭാഗത്തിന് കുഴപ്പമില്ല. നമുക്കിവിടെ വേണ്ടത് 65.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ 2 സൈഡിലെയും ക്ലിപ്പുകൾ 2 സൈഡിലേക്കും വലിച്ചതിന് ശേഷമാണ് നമ്മളത് പുറത്തേക്ക് ഓപ്പൺ ചെയ്തെടുക്കുന്നത്.
വീണ്ടും നമ്മൾ അത് അതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. കാര്യം നമ്മൾ ഇതിനകത്ത് എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് മോപ്പറ്റ് വേണ്ട അകലത്തിൻ്റെ അടുത്ത് ആ അകലത്തിന് അനുസരിച്ച് സൈഡിൽ വേണ്ട ഗ്യാപ്പിനനുസരിച്ചായിരിക്കണം നമ്മളിത് പിന്നീട് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. അവിടുന്ന് നമുക്ക് എത്ര അകലത്തിലാണോ ഈ ബോട്ടത്തിലെ സൈഡിലെ പ്ലേറ്റിൻ്റെ ഫ്രണ്ട് മോപ്പറ്റ് വയ്ക്കുന്നതിനുള്ള തുളകൾ കിടക്കുന്നതെന്ന് നോക്കിയിട്ട് ആ തുളകൾക്ക് ആനുപാതികമായിട്ടാണ് നമ്മൾ ഇനി അത് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന അളവ് നമ്മൾ ഇവിടെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലേക്കുള്ള രണ്ട് സൈഡിലേക്കുള്ള തള്ള് ഇട്ടാണ് നമ്മളത് അളവെടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിലിന് അളവെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഹോൾസ് എത്ര അകലത്തിലാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ട ഗ്യാപ്പുകൾ ഇട്ടുകൊണ്ട് ഈ ഹോളുകൾ അതിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ സ്ക്രൂ മോപ്പറ്റ് പിടിപ്പിക്കുന്നതിനുള്ള ഈ പീസ് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടി നമുക്കിവിടെ 1, 2, 3, 4, 5 സ്ക്രൂവിൻ്റെ വെട്ടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് അഴിച്ചെടുക്കണമെങ്കിലും നമ്മൾ ആദ്യമേ ഈ കാണുന്ന ഈ വലത് സൈഡിൽ നിന്നും രണ്ടാമത് കാണുന്ന സ്ക്രൂ ലൂസ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് എല്ലാ സ്ക്രൂകളും ഓപ്പൺ ചെയ്യുന്നതിനും. അപ്പോൾ നമുക്ക് അതൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ പീസ് ഇവിടുന്ന് വലത്തേക്ക് ഇങ്ങനെ ശക്തമായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീസുകൾ ഈ പുറത്തേക്ക് ചാടി വരും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നമുക്ക് 8 ഇഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ 2 പീസ് ഇതിനകത്ത് കട്ടിങ് ഉള്ളത്. കാരണം ഇത്രയും വീതി ഉള്ളതുകൊണ്ട് അതിൽ ഈ മോപ്പറ്റ് കയറി ലോക്കായി കിടക്കുന്നതിന് വേണ്ടി 2 എണ്ണം, അല്ലാത്തതിന് ഇതിന് കൂട്ട ഒരു പീസും അതിൽ 2 ഹോൾസും മാത്രമേ കാണുകയുള്ളൂ. ഇതിൽ 4 സ്ക്രൂ കൊടുക്കണം. നമ്മളിപ്പോൾ 2 എണ്ണമേ കൊടുക്കുന്നുള്ളൂ. 2 എണ്ണം കൊടുത്തതെന്ന് നോക്കിയിട്ട് വേണം, ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുഴുവൻ സ്ക്രൂ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് മുകളിലൊരെണ്ണം ഹോൾ ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ സ്ക്രൂ ഡ്രൈവർ തിരിക്കാനുള്ള സ്പേസും നമുക്ക് കാണാം. അപ്പോൾ ആ കാണുന്ന സ്പേസ് അതുവശം എപ്പോഴും അടിവശത്തേക്കായിരിക്കണം വെക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് ഇത് പിടിപ്പിച്ച് കഴിയുമ്പോൾ ശകലം പൊങ്ങാനോ താഴാനോ സൈഡിലേക്ക് മാറാനോ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഹോൾസ് ഇട്ടിരിക്കുന്നത്. മോപ്പറ്റ് നമ്മൾ കയറ്റി പിടിപ്പിക്കുകയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഹോളുകളിൽ തുളച്ചത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇന്ന് വെച്ച് നോക്കിയത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പയ്യെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പയ്യെ ഒന്ന് കൈകൊണ്ടൊന്ന് മുട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല സീലിംഗ് ആയിട്ട് എല്ലായിടം പറ്റിക്കോളും. ഇത്രയാണ് നമുക്ക് ഈ മോപ്പറ്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളുടെ കിച്ചണിലെ ടാൻഡം ബോക്സ് വെക്കുന്ന രീതികളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിച്ചത്. നിങ്ങൾക്ക് വീട് പണിയുന്നവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.